സഹോദരിമാരുടെ ഭവനം കർത്താവ് സന്ദർശിച്ച സന്ദർഭം നമുക്കറിയാം. And we see Mary sat at the feet of the Lord and listened to him. അവിടെ മറിയ കർത്താവിന്റെ പാദത്തിങ്കിലിരുന്ന് അവനോട് ശ്രദ്ധിക്കുന്നത് നമുക്കറിയാം. What a joy she found at the feet of the Lord. കർത്താവിന്റെ പാദത്തിങ്കിലിരുന്ന് കർത്താവിൽ നിന്ന് കേട്ടതിൽ അവൾ എത്രമാത്രം ആനന്ദം കണ്ടെത്തുവാനിടയായി My dear brothers, എന്റെ പ്രിയ സഹോദരങ്ങളെ, my dear sisters, എന്റെ പ്രിയ സഹോദരിമാരെ, we are the one who say that we have the absolute and the truth of the word of God with us. ദൈവവചനത്തിന്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ആ അടിസ്ഥാനം കൈകളിലുള്ളവരെന്ന് അവധാനിക്കുന്നവരാണ് നാം ഓരോരുത്തരും. I remember once a man was debating with me who is not from our assembly background. നമ്മുടെ സഭാ കൂട്ടായ്മയിൽ ഇല്ലാത്ത ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. He was not very happy that I am fellowshipping with the assemblies. നാം ബ്രദറൻ സമൂഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പോകുന്നതിൽ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. Lot of arguments was there. അദ്ദേഹവുമായിട്ട് കൂടുതൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. At the end of that he told me something like this. അദ്ദേഹം ആ വാദത്തിന്റെ ഒടുവിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. What is there in that assemblies other than the word of God? ദൈവവചനമല്ലാതെ നിങ്ങളുടെ സഭയിൽ വേറെ എന്താണുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. It was simple for me to answer him. അതിന് മറുപടി പറയുവാൻ വളരെ എളുപ്പമായിരുന്നു. What else do you need? അതിനപ്പുറം നിനക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. Beloved, I want to tell you this evening. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ ഞാൻ ഇങ്ങനെ പറയട്ടെ. I want to affirm this evening. ഇന്ന് രാത്രിയിൽ I want to affirm this evening. ഇന്ന് നിങ്ങളോട് ഉറപ്പിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം, I don't think there is any other group of people on the face of the earth ഈ ഭൂമിയുടെ മുഖത്തിൽ നാം അല്ലാതെ മറ്റൊരു കൂട്ടം ഇങ്ങനെയില്ല. who will dig the word of God like us. നമ്മെ പോലെ ദൈവവചനത്തിൽ അടിസ്ഥാനമായിട്ടുള്ള അപഗാഹമായിട്ടുള്ള ജ്ഞാനമുള്ള ആളുകൾ, who will try to find an interpretation even to the full stops and commas of the word of God. വേദപുസ്തകത്തിലെ ഫുൾ സ്റ്റോപ്പിനും കോമായ്ക്കും പോലും അർത്ഥം കണ്ടുപിടിക്കുവാൻ കഴിവുള്ള ആളുകളാണ്. Who are willing to find joy in the word of God. അങ്ങനെയുള്ള ദൈവവചനത്തിൽ നിന്ന് സന്തോഷം ആനന്ദം കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു കൂട്ടമാണ് നാം. That was the name that we have heard. ആ നാമമാണ് നാം ധരിച്ചിരിക്കുന്നത്. That is the pride that we always carried all these days. നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടുകൂടി നിലനിർത്തേണ്ടുന്ന വിഷയവും അത് തന്നെയാണ്. This evening I want to ask a question straight to my young friends who are listening to me. എന്നെ ശ്രദ്ധിക്കുന്ന യൗവനക്കാരോട് ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ. I see so many children here. എന്റെ മുമ്പിൽ അനേക കുട്ടികൾ ഇരിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിയും. Elderly people here. പ്രായമുള്ളവരെ എനിക്ക് കാണുവാൻ കഴിയും. Where are the younger generation? നമ്മുടെ അനന്തര തലമുറ ഇന്ന് എവിടെയാണ്? Where have they gone to? അവിടെ എവിടേക്ക് പോയിരിക്കുകയാണ്? Don't you need the word of God? അവർക്ക് ദൈവവചനത്തിന്റെ ആവശ്യകതയില്ലേ? Fathers and mothers, let me ask you this question. മാതാപിതാക്കന്മാരോട് ഇന്ന് രാത്രിയിൽ ഈ ചോദ്യം ഞാൻ ആവർത്തിക്കട്ടെ. Where are your college going students and നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന മക്കൾ എവിടെ? Where are your young children who are just married or in the middle age? നിങ്ങളുടെ പ്രായത്തിൽ വിവാഹം കഴിച്ച നിങ്ങളുടെ മക്കളും മരുമക്കളും എവിടെ? Where are they finding the pleasures in their life? അവരുടെ ജീവിതത്തിൽ എവിടെയാണ് അവർ സന്തോഷം ആസ്വദിക്കുവാനായി പോകുന്നത്? Where are we heading to? അവർ എവിടേക്കാണ് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്? I sometimes say like this. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. You take the many denominations and churches around us. നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹങ്ങളെ സമുദായങ്ങളെ നാം എടുക്കുമ്പോൾ, even if the Bible is removed from them, they will still survive. അവരുടെ മുറ്റത്തിൽ നിന്ന് വേദപുസ്തകം മാറ്റിയാലും അവർക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയും. Because they have many other binding factors which will keep them together. അവരെ ഒരുമിച്ച് ചേർക്കുന്ന മറ്റനേക വസ്തുതകൾ അവരുടെ സഭകളിലുണ്ട്. But I want to tell you, these brethren crowd who are listening to me, എന്നെ ഇന്ന് രാത്രി കേൾക്കുന്ന അഭിമാനമുള്ള ബ്രദറുകാരോട് ഞാൻ ഇങ്ങനെ who പറയട്ടെ. are called as the custodians of the scriptures for the 108 years. കഴിഞ്ഞ 108 വർഷമായിട്ട് ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളെ മുറുകെ പിടിക്കുന്ന എന്റെ സമൂഹത്തോട് ഞാൻ പറയട്ടെ. If the Bible and the word of God loses its place from among us today, നമ്മുടെ മധ്യത്തിൽ നിന്ന് ദൈവവചനവും അതിന്റെ അധികാരവും പിൻവാങ്ങുകയാണെങ്കിൽ, we will be losing our existence. നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതായി There വരും. is nothing else that can hold us together. നമ്മെ ഒരുമിച്ച് നിർത്തുവാൻ കഴിയുന്നത് ഇതുപോലെ മറ്റൊന്നില്ല. The Lord Jesus says like this. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, I am speaking these things to you that your joy may be full. ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായിട്ട് തീരുവാൻ വേണ്ടിയാണ്. Come back to the word of God. ദൈവവചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Come back to the scriptures. ദൈവവചനത്തിന്റെ ആധികാരികതയിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. Start honoring the word of God. ദൈവവചനത്തെ നമുക്ക് ബഹുമാനിക്കാം. Start learning the word of God. ദൈവവചനം പഠിക്കുവാനായി നമുക്ക് ശ്രമിക്കാം. Start teaching the word of God to your ദൈവവചനം children. പഠിപ്പിക്കാനായിട്ട് അനേകർ ഒരുങ്ങണം. Try to know the doctrinal truth that has been taught to us. നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഉപദേശ വിഷയങ്ങളെ കുറിച്ചുള്ള അപവാദമായിരിക്കുന്ന ജ്ഞാനം നമുക്കുണ്ടാകണം. Let us find pleasure in that. അതിൽ നാം സന്തോഷം ആനന്ദം കണ്ടെത്തുന്നവരായിട്ട് തീരണം. I speak these words to you that your joy may be full. ഞാൻ ഈ വാക്കുകളെ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനു വേണ്ടി.
The psalmist says in Psalms 119, 119-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട്. verse 103, he says, thy word is so sweet, it is sweeter than the honey and the honeycomb. 103-ാമത്തെ വാക്യത്തിൽ നിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എന്റെ വായ്ക്ക് തേനിലും മധുരമുള്ളത്. In many assemblies today, ഇന്ന് അനേക സഭകളിൽ, in many places today, ഇന്ന് അനേക സ്ഥലം people don't want the word of God. ദൈവവചനത്തിന് യാതൊരു പ്രാധാന്യവും ആളുകൾ കൊടുക്കുന്നില്ല. Even on a Sunday morning worship time, ഞായറാഴ്ചത്തെ ആരാധനാ കൂടിവരവിൽ പോലും a good number of them walk out after the breaking of bread. അപ്പം നുറുക്ക് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്ന അനേകരെ കാണുവാൻ കഴിയുന്നു എന്നുള്ള ദുഃഖകരമായ കാര്യം പറയട്ടെ. Primary commitment to the word of God and the teachings of the apostles. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന്റെ ആ പഠിപ്പിക്കലിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്ത ഒരു തലമുറ, People have rejected that. അത് തിരസ്കരിക്കുന്ന ഒരു സമൂഹം. Beloved, let me tell you, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, if you want to retain your existence, നിങ്ങളുടെ നിലനിൽപ്പ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ബോധ്യമായെങ്കിൽ, if you want to retain your generation, നിങ്ങളുടെ തലമുറകളെ പിടിച്ചു നിർത്തണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, give up the worldly pleasures and joy. ഈ ലോകത്തിന്റെ താല്പര്യങ്ങളും സന്തോഷവും പരിത്യജിച്ചു കളഞ്ഞിട്ട് Try to find joy in the word of God. ദൈവവചനത്തിലെ സന്തോഷം കണ്ടെത്തുവാനായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. Nothing else will give you that pleasure. ഇത് മാത്രം സന്തോഷം മറ്റൊന്നിനും നമുക്ക് തരുവാൻ കഴിയുകയില്ല. I have spoken these words to you that your joy may be full. ഞാൻ ഈ വാക്കുകൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് വേണ്ടിയാണ്. Now what is the joy of the Lord? എന്താണ് കർത്താവിലുള്ള സന്തോഷം എന്ന് പറയുന്നത്? If you turn with me to the book of Hebrews chapter 12 and verse 2, a very famous verse. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്ക് ഏവർക്കും പരിചിതമായുള്ള വാക്യമാണ്. അവിടേക്ക് നമുക്ക് വരാം. We understand or read about the joy that the Lord was having. കർത്താവ് തനിക്കുണ്ടായിരുന്ന സന്തോഷത്തെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. Who for the joy that was set before him endured the cross, despising the shame, and has sat down at the right hand of the throne of God. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. Yes, the Lord Jesus says, my joy may remain in you. കർത്താവ് പറഞ്ഞ എന്താണ്? എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം. What is his joy? എന്താണ് കർത്താവിന്റെ സന്തോഷം? As I said, did he ever enjoy his life in the 33.5 years? കഴിഞ്ഞ 33.5 വർഷത്തെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? The one who was God himself, ദൈവമായിരുന്നവൻ, who did not consider equality with God, ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചേണമെന്ന് വിചാരിക്കാതെ, the one who was living in the absolute glory in heaven, സ്വർഗ്ഗത്തിലെ സകല മഹിമയോടും കൂടി വസിച്ചിരുന്നവൻ. As we read from the book of Isaiah in the book of Isaiah, യെശയ്യാവിന്റെ പ്രവചനത്തിൽ നാം വായിക്കുന്നത് പോലെ, the one who was always being praised by the angels, അവിടെ ദൂതന്മാരുടെ ആരാധ്യ പുരുഷനായിരുന്നവൻ, holy, holy, holy is the Lord God Almighty. പരിശുദ്ധൻ 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 എന്ന് രാപ്പകൽ വിശ്രമം കൂടാതെ വിളിക്കപ്പെട്ടുകൊണ്ടിരുന്നവൻ. Even the angels did not dare to look at his face. They covered their face with 2 of their wings. ദൂത അവരെ മുഖം മൂടിക്കൊണ്ടാണ് അവന് മുമ്പിൽ നിന്നത്. They were not able to expose their feet. They were covering their feet with the 2. അവരുടെ പാദങ്ങളെ പോലും അവന് മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ കഴിയാതെ ചിറകുകൾ കൊണ്ടത് മൂടിയാണ് അവരോട് നിന്നത്. Constantly flying and singing the holiness of God. അവർ രണ്ടുകൊണ്ട് ചിറകൊണ്ട് പറന്നുകൊണ്ട് ഇങ്ങനെ പാടുകയാണ്. If a Lord who was sitting like that, അവിടെ ഇരിക്കുന്ന അത്യുന്നതനായിട്ടുള്ള ദൈവത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ, if he has to come down from that throne, ആ മഹത്വം വിട്ടുകൊണ്ട് ഈ താണഭൂമിയിലേക്ക് വരണമെങ്കിൽ, without considering equality with God, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ വന്നപ്പോൾ, taking a body like yours and mine, എന്റെയും നിങ്ങളുടെയും പോലെയുള്ള ഒരു മർത്യ ശരീരം അവൻ ഏറ്റെടുത്തപ്പോൾ, taking his birth in a very common family, കേവലം സാധാരണക്കാരുടെ ഒരു ഭവനത്തെ അവൻ ജനിച്ചു വളർത്തപ്പെട്ടെങ്കിൽ, being humiliated by the people, അന്നുള്ള സമൂഹത്താൽ അവൻ തിരസ്കരിക്കപ്പെട്ടവനായി തീർന്നപ്പോൾ, a man who was always criticized and condemned by the scholars, അന്നുള്ള സമൂഹത്തിലെ മന്യന്മാരാൽ തിരസ്കരിക്കപ്പെടുവാനും വിമർശിക്കപ്പെടുവാനും ഇടയായി തീർന്ന വ്യക്തി, towards the end of his life, അവന്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ നാളുകളിൽ what was there but sufferings alone? അവന് കഷ്ടപ്പാടുകളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. What was the joy he enjoyed? അവിടെ താൻ അനുഭവിച്ച സന്തോഷം എന്താണ്? Was there any pleasure for him? അവനെ സംബന്ധിച്ച് എന്തെങ്കിലും സന്തോഷം ആസ്വദിക്കുവാനായിട്ട് ആ And നാളുകളിൽ he says, my joy may remain in you. ആ കർത്താവ് പറയുകയാണ്, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം. Oh, some of you may be thinking like this. നിങ്ങളിൽ ചിലരെങ്കിലും ഇങ്ങനെ വിചാരിക്കും, Why should we need a joy like that? അങ്ങനെയുള്ള ഒരു സന്തോഷത്തിന്റെ ആവശ്യകത എന്താണ്? A man who had no pleasures in life, ഈ ലോകത്തിൽ ഒരു സന്തോഷവും ഇല്ലാത്ത മനുഷ്യനെ സംബന്ധിച്ച്, a man who had no place to lay his head, തന്റെ
തലചായ്ക്കുവാൻ ഒരു ഇടമില്ലാത്ത വ്യക്തിയെ സംബന്ധിച്ച് sometimes when we come to the church for the breaking of bread, നാം ആരാധനയ്ക്ക് അപ്പം നുറുക്കുവാനായിട്ട് കൂടി വരുന്ന സന്ദർഭങ്ങളിൽ we meditate from Isaiah chapter 53. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നിന്ന് പലപ്പോഴും വായിക്കാറുണ്ട്. We talk about the humiliation and the humbleness of the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ താഴ്ചയുടെ ആ പാരമ്യത്തെ കുറിച്ച് നാം പലപ്പോഴും He പരാമർശിക്കാറുണ്ട്. humbled himself so much. അവൻ തന്നെത്താൻ താഴ്ത്തി. They blindfolded him. അവന്റെ കണ്ണുകൾ അവർ കെട്ടി. They spat on his face. അവന്റെ മുഖത്ത് അവർ തുപ്പി. They spat on him. അവനെ തുപ്പി. They plucked the hair from his face. അവന്റെ മുഖത്ത് നിന്ന് രോമം പറിച്ചെടുത്തു. They put the crown of thorns over his head. അവന്റെ തലയിൽ മുള്ളുകൊണ്ടുള്ള കിരീടം മെടഞ്ഞ് അവർ They വെച്ചു. bet upon him. അവനെ അടിച്ചു. They humiliated and mocked him. അവനെ ഏറ്റവും നിന്ദിതനും നിസ്സാരനുമാക്കി. And he was standing silent like a sheep standing silent before the shearer. ആ സന്ദർഭത്തിൽ കർത്താവ് എങ്ങനെയാണ് നിന്നറിയാമോ? രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്ന് നമ്മുടെ കർത്താവ്. The young men of the modern days, ഇന്നത്തെ യൗവനക്കാരെ, you may see or feel that that is an outdated fashion. ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇത് കാലഹരണപ്പെട്ട ഒരു വസ്തുതയായിട്ട് You തോന്നിയേക്കാം. may be thinking that if I follow such a humble Lord, ഇങ്ങനെ വിനയാന്വിതനായ ഒരു കർത്താവിനെ അനുഗമിക്കുവാൻ ഞാൻ തീരുമാനിച്ചാൽ I cannot enjoy my life. എന്റെ ജീവിതം എനിക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നില്ല എന്ന് I ചിന്തിക്കുന്ന യുവാക്കന്മാർ, have no pleasures in my life. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷം ആസ്വദിക്കുവാൻ The കഴിയില്ല. purpose of my living is defeated. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് അത് വ്യതിരിക്കുവാനിടയായി That may be തീരുമാനിച്ചു. the reason you are going after the world. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ക്രിസ്തുവിനെ തിരസ്കരിച്ചുകൊണ്ട് ലോകത്തിന് പിന്നാലെ പോകുന്നത്. But let me tell you, എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, if you understand truly what is the joy of the Lord, കർത്താവിൽ ഉള്ള സന്തോഷം എന്താണെന്ന് യഥാർത്ഥമായ നിലയിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ you will be motivated to leave everything behind and come to the Lord. കർത്താവിന് വേണ്ടി എല്ലാം വിട്ടിട്ട് അവന്റെ സന്തോഷത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് നിങ്ങൾക്ക് തീർച്ചയായും കഴിയും. Let me come back to his joy as the writer to the Hebrews is presenting here. എബ്രായ ലേഖന കർത്താവ് പറയുന്ന ആ വാക്കുകളിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. He, for the joy that was set ahead of him, അവന്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്തപ്പോൾ there was a joy that was ahead of him. അവന്റെ മുമ്പിൽ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. And that joy allowed him or helped him to endure all these things. ആ സന്തോഷത്തെ കുറിച്ച് ഓർത്തപ്പോൾ എല്ലാ കഷ്ടവും സഹിക്കുവാൻ താൻ തയ്യാറായിട്ട് മുമ്പോട്ട് വന്നു. We were hearing through the word of God. നാം കർത്താവിന്റെ ദാസനിൽ കൂടി The കേട്ടുകൊണ്ടിരിക്കുകയാണ്. very reason he came down is to save the sinners. മാനവരാശിയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. To buy a group of people unto himself by his blood. തന്റെ രക്തത്താൽ തനിക്ക് വേണ്ടി ഒരു വർഗത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് അവൻ വന്നത്. God sent his son to the world to die like that. കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമുക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടിയായിരുന്നു. So that a bride could be prepared for his son who will be the bridegroom. അവന്റെ മരണത്താൽ അവന് വേണ്ടി ഒരു മണവാട്ടിയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്തത്. Those of you who have accepted the Lord Jesus Christ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് അവിടെ ഇരിക്കുന്നവരെ, those of you claim yourself to the believers, നിങ്ങൾ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരെ, maybe you are not beautiful, നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സൗന്ദര്യം കാണുകയില്ല, maybe you are bodily sick, നിങ്ങളുടെ ശരീരത്തിൽ ബലഹീനതകൾ കാണാം, maybe you are not rich, നിങ്ങൾ ഒരുപക്ഷെ ധനാഢ്യന്മാരല്ലായിരിക്കാം,